നമസ്കാരം. ഇന്ന് നമ്മളുള്ള ഒരു തെങ്ങിൻ തോട്ടത്തിലാണ്. ഈ തെങ്ങിൻ തോട്ടത്തിൽ ഇടവിളയായിട്ട് വാഴയും കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഴയെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വന്നത്. അപ്പോൾ വാഴ നോക്കാൻ വന്ന സമയത്ത് നമ്മുടെ വീഡിയോയിൽ അതൊക്കെ ചർച്ച ചെയ്യുന്ന മാതിരിയുള്ള ഫോസ്ഫറസിൻ്റെ ലോക്കിങ് നമ്മൾ ഈ വാഴേൻ്റെ അകത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ എന്താ പറയുക കൊളീഗ്സൊക്കെ വന്ന് നോക്കുന്ന ഒരു വാഴയാണ്. ആ വാഴ ഇപ്പോൾ നന്നായിട്ട് ആ ഫോസ്ഫറസിൻ്റെ പ്രശ്നങ്ങളുടെ അകത്ത് നിന്നൊക്കെ തീർത്തും എന്താ പറയുക കയറി വരുന്ന ഒരു ലക്ഷണമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഫോസ്ഫറസിനെ നമുക്ക് മണ്ണിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റാതെ കെട്ടിക്കിടക്കുന്ന ഒരു മണ്ണാണിത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇതും ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ. നമുക്ക് ഈ ഒരു പച്ച പായൽ പോലെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ലക്ഷണം, അതേപോലെ തന്നെ ഈ ഒരു ഇങ്ങനെയുള്ള കളകൾ നമുക്ക് ഉണ്ടാകുന്നത് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെ അകത്ത് ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് അധികം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ചെടിയിലേക്ക് കിട്ടുന്നില്ല. ഇത് എങ്ങനെ നമുക്ക് തെങ്ങിൻ തൈരകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഈ തെങ്ങിൻ്റെ ഓലയുടെ മേലെ വന്നു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പിങ്ക് കളറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ലൈറ്റ് നീല കളറിൻ്റെ അകത്ത് ഇങ്ങനെ എന്താ പറയുക ഒരു ഷെയ്ഡ് ഉണ്ടാവും നമ്മളുടെ ഇലയ്ക്ക്, നല്ല പഴയ ഇലകൾക്ക്. അപ്പോൾ പഴയ ഇലകൾക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കാണിക്കും. പിന്നെ എന്താ വെച്ചാൽ ഇലയിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇല മൊത്തമായിട്ട് ചെറുതായിട്ട് കിടക്കും. നമ്മളുടെ തെങ്ങിൻ്റെ താഴത്തെ ഒരു ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ഇലകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ട് തടിയിൽ നിന്ന് വിട്ട് മാറി നിൽക്കുന്നതായിട്ട് കാണും. പോള ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നതായിട്ട് കാണും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് തെങ്ങിൻ്റെ അകത്ത് ഒറ്റ നോട്ടത്തിൽ കാണും. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ അകത്ത് ഇതേപോലെ കുറേ ഇലപ്പുള്ളി കുത്തുകളൊക്കെ വന്നതിൻ്റെ ശേഷം ആ ഇല പഴുത്തിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണും. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് എന്താ ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈയിങ് ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെ അകത്തുനിന്ന് ഫോസ്ഫറസിന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമുക്ക് കാണിക്കാറ്. അപ്പോൾ ഈ ഒരു അവസരങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ സാധാരണ എന്താ പറയുക വളം ഇടുന്ന സമയത്ത് ഈ വളത്തിനെ ചലിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ മണ്ണിലുണ്ടോ എന്ന് നോക്കണം. ഇപ്പം നമ്മൾ ഫോസ്ഫറസിനെ പറ്റി ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് ഫോസ്ഫറസ് സോലുബിലൈസിങ് ബാക്ടീരിയയും അതേപോലെ തന്നെ വാമുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ സാധാരണ പോലെ നമ്മളുടെ ഒരു തെങ്ങിൻ്റെ അകത്ത് തീർച്ചയായിട്ടും എന്താ പറയുക നമ്മൾ റിങ് ആയിട്ട് നമ്മൾ എന്ത് എടുക്കും, തടം തുറക്കുന്ന സമയത്ത് നമ്മളുടെ ഇലയുടെ തൂക്ക് വലിയ തരത്തിൽ വെച്ചാൽ ഇലയുടെ തൂക്കിൻ്റെ അകത്ത് വെച്ച് നോക്കണം. അതല്ലെങ്കിൽ 1.8 മുതൽ 2 മീറ്റർ വരെയാണ് നമ്മളുടെ റിങ് ഉണ്ടാവേണ്ടത്. റിങ്ങിൻ്റെ അകത്ത് നോക്കുമ്പം തന്നെ നമ്മളുടെ തടിയിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം 1 അടിക്ക് താഴ്ചയായിട്ടാണ് നമ്മൾ എന്താ പറയുക റിങ് എടുക്കേണ്ടത്. ഈ റിങ്ങിൻ്റെ അകത്ത് വേണം നമ്മൾ വളം ഇടാൻ വേണ്ടിയിട്ട്. വളം ഇടുമ്പോൾ എപ്പോഴും നമ്മുടെ തെങ്ങിന് ചുവട്ടിലേക്ക് ഇട്ടാൻ പാടില്ല, നമ്മുടെ ഈ റിങ്ങിന് അടുത്തേക്ക് ഇടണം. കാരണം വെച്ചാൽ ഇവിടെയാണ് നമുക്ക് 4 പേര് വരുന്നത്. നമ്മൾ ഒരിക്കലും എന്താ പറയുക ഈ ഒരു തെങ്ങിൻ്റെ ചുവട് കൊത്താൻ പാടില്ല. കൊത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫീഡർ റൂട്ട് കട്ടായി പോകും. അപ്പോൾ എന്താവും, നമുക്ക് ചെടിക്ക് ക്ഷീണമാണ് ഉണ്ടാവുക. അപ്പം നമ്മുടെ കൊത്തെല്ലാം വരേണ്ടത് ഈ 1.8 മീറ്റർ എന്ന് പറയുന്നില്ല, അതായത് 1.5 മീറ്ററിന് മുകളിലോട്ടേക്ക് അങ്ങോട്ടേക്ക് ഒരു അര അടിയെങ്കിലും നമ്മൾ താത്താൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വേണം നമ്മുടെ വളങ്ങളൊക്കെ ഇടാൻ. അപ്പോൾ പറഞ്ഞു വന്ന വളത്തിൻ്റെ അകത്ത് നമ്മൾ ഫോസ്ഫറസ് സോലുബിലൈസിങ് ബാക്ടീരിയ നമ്മുടെ ഒരു തെങ്ങിൻ്റെ അകത്ത് ഒരു 50 മുതൽ 100 ഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ വെച്ചാൽ വാമിനെ കിട്ടിക്കഴിഞ്ഞാൽ വാമ് ഏകദേശം ഒരു 50 ഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ കൂടെ, അത് SSP ആവട്ടെ, അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന DAP ആവട്ടെ, എന്ത് ഫോസ്ഫറസിൻ്റെ വളമാണെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോസ്ഫറസിൻ്റെ ഇതെല്ലാം നമുക്ക് ചെടിക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ മണ്ണിൻ്റെ pH-നെയൊക്കെ നമുക്ക് എന്താ പറയുക നിലനിർത്താനും സാധിക്കും. അപ്പം ഈ ഒരു രീതിയിലുള്ള പ്രാക്ടീസസ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോസ്ഫറസിൻ്റെ കിട്ടാത്ത പ്രശ്നം, നമ്മുടെ തെങ്ങിൻ തൈകൾക്ക് കിട്ടാത്ത പ്രശ്നങ്ങൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഈ കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത മഴയുടെ സമയത്ത് തെങ്ങ് പരിപാലനത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ 3ാം വളം ഇടുന്ന ആൾക്കാർ നനയ്ക്കുന്നുള്ള സ്ഥലത്ത് 3ാം വളം ഇടുന്ന സമയമാണിത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തെങ്ങും കൃഷി ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വേറൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.